ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടോക്സിക് മസ്കുലിനിറ്റി. അപ്പോൾ ടോക്സിക് മസ്കുലിനിറ്റിയെക്കുറിച്ച് മുമ്പ് ഈ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒരു പൂർണ്ണമായിട്ടുള്ള വീഡിയോ ആയിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ കൂടെ കീ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ ഒരു പ്രശ്നം ഈ ഒരു പുരുഷന്മാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു വീഡിയോ തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ പുരുഷന്മാർ എന്ന് പറയുന്ന ആ ഒരു ജെൻഡറിൽ ഉള്ളവരുടെ മാനസിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ടോട്ടൽ ഹ്യൂമാനിറ്റിയിലെ തന്നെ എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, മാനസികാരോഗ്യം വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ കണ്ടന്റിലേക്ക് കടക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ മസ്കുലിനിറ്റി ഐഡിയാസ് ശരിക്കുമുള്ള ആൺകുട്ടികളെ ഹാം ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇപ്പോൾ നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ഇതിൽ നിന്ന് മാറ്റി നിർത്താം. അവർ ഈ പറയുന്ന പോലെ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു ട്വിസ്റ്റഡ് ബ്രെയിനുമായിട്ട് നടക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഫ്യൂവലാണ്. അവരുടെ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള സിസ്റ്റം, ഈ ഒരു ടോക്സിക് മസ്കുലിനിറ്റി എന്ന് പറയുന്നൊരു ഒരു കാര്യം, ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. ഞാൻ നോർമലായിട്ടുള്ള സാധാരണ മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്, സാധാരണ ആൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ബേർഡൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരത്തിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെടുത്ത് അവരുടെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ജോലിയില്ലായ്മ കാരണം ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇമാജിൻ ചെയ്യുന്നത് ഒരു ആൺകുട്ടിയുടെ പിക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായിരിക്കും നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ കുടുംബത്തെ മുന്നിൽ നിന്ന് നയിക്കാനും, കുടുംബത്തിൽ ഇപ്പോൾ സഹോദരിമാരുണ്ടെങ്കിൽ സഹോദരിമാരെ കെട്ടിച്ച് അയക്കാനും ഒക്കെയുള്ള ബാധ്യതയൊക്കെ ചെറിയ പ്രായത്തിലെ ആൺകുട്ടികൾക്കാണുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ആൺകുട്ടികൾ ഇതുപോലെ ജോലി തേടി പല സ്ഥലങ്ങളിൽ പോവുകയും ഈ ജോലി ചെയ്യിപ്പിക്കുന്ന ആൾ ഓൾറെഡി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കുകയും അയാളുടെ ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ ഇവരെ കൊണ്ട് പിഴിഞ്ഞ് പണിയെടുപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും അങ്ങനെ പണിയെടുപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ആൺകുട്ടിക്ക് കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയും അയാളുടെ മാനസിക നില വളരെയധികം താറുമാറാവുകയും ഈ പറയുന്ന പോലെ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക്, ഡ്രഗ് അഡിക്ഷനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൽക്കഹോൾ അഡിക്ഷൻ, സ്മോക്കിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് പോകുന്നതിൻ്റെ കാരണം അവരുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും ആങ്സൈറ്റി ലെവൽ വളരെയധികം ഉയർന്നുകൊണ്ടാണ്. അതായത് ബയോളജിക്കലി നമ്മൾ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യേണ്ടത് അതിനല്ലാതെ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസ് എടുത്ത് നമ്മുടെ തലയിൽ വെച്ച് തരുന്നതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് താറുമാറാകുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതാണ് ടോക്സിക് മസ്കുലിനിറ്റി കാരണം ആൺകുട്ടികൾക്കുണ്ടാകുന്ന മെയിൻ പ്രശ്നങ്ങളും അതിൻ്റെ ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അവസ്ഥ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. ഈ ടോക്സിക് മസ്കുലിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ മസ്കുലിനിറ്റിയുടെ ഒരു എക്സാഗ്രേറ്റഡ് ഫോമാണ്. അത് ഈ സമൂഹത്തിൻ്റേതായിട്ടുള്ള ഈ പറയുന്ന സോഷ്യൽ നോംസ് കൊണ്ടും ജെൻഡർ റോൾസിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വളരെ ടോക്സിക് ആയിട്ടുള്ള എൻവയൺമെൻറ്റലായിട്ടുള്ള ഈ മനുഷ്യനിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ടും ഈ ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന ഈ ഒരു മസ്കുലിനിറ്റിയുടെ ഒരു ടോക്സിക് വേർഷനാണ്. ഭയങ്കരമായിട്ട് ഹ്യൂമൻ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെക്കുക. അതായത് ഞാൻ ആണാണ്, ഞാൻ ഇതൊന്നും കാണിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ വളരെ ഒരു ടഫ് ആറ്റിറ്റ്യൂഡ് കാണിക്കുക. ഈ ഒരു ഹ്യൂമൻ ഇമോഷൻസ്, ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസ് പുറത്ത് കാണിക്കാതെ സപ്രസ് ചെയ്ത് വെക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കാണിക്കുക. ഞാനാണ് ഇവിടുത്തെ ഒരു തണ്ട് കാണിക്കുക എന്ന് നമ്മൾ പറയില്ല, അതുപോലെ ഡൊമിനേറ്റ് ചെയ്യുന്ന ബിഹേവിയർ, കൺട്രോൾ ചെയ്യുന്ന ബിഹേവിയർ കാണിക്കുക. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും ഡൊമിനേറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി അഭിപ്രായം പറയാനും ഒക്കെ ഉള്ള ഒരു ആൺകുട്ടി ആയതുകൊണ്ട് എനിക്കത് പറയാം ഇത് പറയാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം അങ്ങോട്ട് എടുത്തുകൊണ്ട് കൺട്രോളിങ് ബിഹേവിയർ കാണിക്കുന്നത്. ഇതൊക്കെയാണ് ടോക്സിക് മസ്കുലിനിറ്റിയുടെ സയൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ ടോക്സിക് മസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇതിവിടെ വളരെയധികം പ്രൈസ് ചെയ്യപ്പെടുന്ന, അയ്യോ അവൻ ഭയങ്കര അവനൊരു ആണത്വമുള്ള പുരുഷനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പലരും പറയുന്ന ഈ കാര്യങ്ങൾ വളരെയധികം പുരുഷന് തന്നെ അല്ലെങ്കിൽ ആൺകുട്ടിക്ക് തന്നെ വളരെയധികം മെൻ്റൽ ഹെൽത്തിനെ റോങ് ആയിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മെൻ്റൽ ഹെൽത്തിന്. അത് 2019 അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ നടത്തിയ ഒരു സ്റ്റഡിയിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത്തരം ബിഹേവിയർ വെച്ച് പുലർത്തുന്നത് ആൺകുട്ടികളിൽ തന്നെ ഐസൊലേഷനും ഡിപ്രഷനും ഈ പറയുന്ന പോലെ സൂയിസൈഡൽ ടെൻഡൻസീസും ആങ്സൈറ്റിയും ഒക്കെ കൂടാനായിട്ട് കാരണമാകുന്ന
കാര്യങ്ങളാണ്. ഇപ്പോൾ കുഞ്ഞിലെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ആൺകുട്ടിക്ക് തന്നെ അവൻ്റെ അടുത്ത് സ്ട്രോങ് ആവാനും സൈലൻ്റ് ആവാനും, നീ സ്ട്രോങ് ആയിട്ട് നിന്നാലേ ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ട് വരുന്നത് അവരിൽ ഇമോഷൻസ് അവർക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ വലുതാകുമ്പോൾ പോലും അവർക്കൊരു ഡീപ്പായിട്ടുള്ള കണക്ഷൻസ് മറ്റുള്ള വ്യക്തികളുമായിട്ട് വെക്കാനായിട്ട് സാധിക്കില്ല. ഒബ്വിയസ്ലി ആൺകുട്ടികളുമായിട്ട് വെക്കാൻ സാധിക്കില്ല. എല്ലാവരുടെയും ആ രീതിയിലാണ് കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഈ ഒരു ട്രഡീഷണൽ മസ്കുലിനിറ്റിയുടെ ആയിട്ടുള്ള ആ ഒരു മസ്കുലിൻ സാധനങ്ങളൊക്കെ ചുമ്മാ എടുത്ത് കയ്യിൽ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന, ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അവനവനെ തന്നെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവരറിയുന്നില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു അപകടം. നമ്മുടെ വീട്ടിലെ കാരണവന്മാരെയൊക്കെ കണ്ടില്ലേ? കാരണവന്മാരൊന്നും ഈ പറയുന്ന പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസിൽ മാത്രമേ പങ്കെടുക്കാറുള്ളൂ. ഇമോഷൻസ് ഒന്നും കാണിക്കാറില്ല. എപ്പോഴും മുഖത്ത് ഒരു ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു ഗാംഭീര്യമായിട്ടുള്ള ഒരു ലുക്കായിരിക്കും. എന്നുവെച്ചാൽ റെസ്പെക്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. എന്തെങ്കിലും തലയ്ക്കകത്തുണ്ടോ അതും ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ, അപ് ടു ഡേറ്റ് ആണോ, ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്നാലും ഈ ഒരു ഗൗരവഭാവം മുഖത്ത് നിലനിർത്തുക, കാരണവരായിട്ട് ഇരിക്കുക, വീട്ടിലെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നൊക്കെയുള്ളൊരു പൊസിഷനിൽ ആകാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ എന്തിനോ വേണ്ടി ഇതൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ അവരുടെ മക്കളുടെയും അവർ ആ രീതിയിലായിരിക്കും റേസ് ചെയ്തുകൊണ്ട് വരുന്നത്. ചെറിയ പ്രായത്തിൽ ആ രീതിയിലാകാൻ വേണ്ടിയിട്ടായിരിക്കും ഫോഴ്സ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആൺകുട്ടികൾക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ഫീലിങ്സും സ്വന്തമായിട്ടുള്ള വൾണറബിളായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ, അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളൊന്നും ഒരു മനുഷ്യനോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് മറ്റൊരു വ്യക്തിയുടെ മുമ്പ് പോയിരുന്ന് കരയാനായിട്ടോ സ്വന്തമായിട്ട് സ്വന്തം പ്രശ്നങ്ങൾ പറഞ്ഞ് കരയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല. ആൺകുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവൻ്റെ കരച്ചിൽ അടക്കാനായിട്ട് നീ പെണ്ണുങ്ങളെ പോലെ നിന്ന് കരയല്ലേ, ഇത്രയും വീക്കായിരുന്നോ നീ ഇത്രയും വീക്കായിരുന്നു എനിക്കറിയില്ലായിരുന്നു, സ്ട്രോങ് ആയിട്ട് നിൽക്കുക, എന്തിനാണ് വീക്കായിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം കൂടുതലും ഇങ്ങനെയാണ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആരെങ്കിലും വന്ന് കരഞ്ഞാൽ തന്നെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഡീപ്പായിട്ടുള്ള കണക്ഷൻസ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വെക്കാൻ പറ്റുന്നില്ല. സ്ത്രീകളോട് ഇൻട്രാക്ട് ചെയ്യാൻ അറിയില്ല എന്ന് തന്നെ പറയണം. സ്ത്രീകളോട് പോയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്, അത് ഇത് ചെയ്യ് എന്നൊക്കെ. അല്ലെങ്കിൽ ഈ സിനിമയിൽ കാണുന്ന പോലെ, ഈ ഓരോ റൊമാൻറ്റിക് മൂവീസിൽ കാണുന്ന പോലെ പെൺകുട്ടികൾ ചെന്ന് അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പം ബേസിക്കലി പെൺകുട്ടികളുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ്, മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അവരുടെ ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ മെൻസ്ട്രക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ ഒരു സർഫസ് ലെവലിലേ മനസ്സിലാക്കുകയുള്ളൂ. അതിനപ്പുറം മനസ്സിലാക്കാനുള്ള കഴിവില്ല. കാരണം ഡീപ്പർ കണക്ഷൻ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാളുമായിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയൊരാളെ കാണുമ്പോഴത്തേക്കും, പുതിയൊരു വ്യക്തിയെ കാണുമ്പോഴത്തേക്കും അവരുടെ അടുത്തൊരു ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ബിഹേവിയർ അല്ലാതെ ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും എംപത്തറ്റിക്കായിട്ട് അവരുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങൾ പോലെ തന്നെ ഭീകരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലായ്മ ഉണ്ടാകുന്നതും ഈ ഒരു ടോക്സിക് മസ്കുലിനിറ്റി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതുകൊണ്ടും ടോക്സിക് മസ്കുലിനിറ്റി ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൊണ്ടാണ്. പിന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം ഈ ടോക്സിക് മസ്കുലിനിറ്റിയുടെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ആ ടോക്സിക് മസ്കുലിനിറ്റി എന്ന് പറയുന്ന കാര്യം ഇങ്ങനെ ഊറി പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഞാൻ ആണത്വം മറ്റത് മറിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളെ ഈ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുടെയും നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. നിങ്ങൾ മറ്റുള്ളവരോട് സഹായം എടുക്കാതെയാവും. അതായത് ഞാനെല്ലാം തികഞ്ഞ ആണാണല്ലോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാറ്റൊന്നുമില്ല, അപ്പം മറ്റുള്ളവരുടെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സ്വയം ഐസൊലേറ്റ് ചെയ്യപ്പെടാനും, ഈ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നത് വളരെയധികം ഈ പറയുന്ന പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു കാരണമാവും. സബ്സ്റ്റൻസ് അബ്യൂസ് ആ ഒരു അഡിക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടാവും. ഓൾറെഡി ഈ ഒരു ടോക്സിക് ബിഹേവിയേഴ്സ് കാണിക്കുന്ന ആൾ അഡിക്ഷനിലും കൂടെ എത്തിക്കഴിഞ്ഞാൽ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ബിഹേവിയേഴ്സിലേക്ക് പോകാനേ അത് സഹായിക്കുള്ളൂ. അല്ലാതെ നിങ്ങളെ യാതൊരു തരത്തിലും അത് ഹെൽപ്പ് ചെയ്യുന്നില്ല. സ്വന്തം കുഴി അവനവൻ തന്നെ തോണ്ടുകയാണ്. കാരണം സ്വന്തമായിട്ടൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, ഹെൽത്തി ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം ഇല്ല. നമ്മുടെ കണ്ടീഷനിങ്ങിൽ നിന്നാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നതെന്ന് മനസ്സിലാക്കി അതൊക്കെ മാറ്റാനുള്ളൊരു പ്രവണത ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്ത്രീകളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നല്ല റിലേഷൻഷിപ്പ് അവരോട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ മാത്രമേ മെൻ്റൽ ഹെൽത്ത് ഒക്കെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റായ്മയും ഈ ഒരു ഐസൊലേഷനും ഈ പറയുന്ന പോലെ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്കും പോകാനായിട്ട് കാരണമാവും. ഈ മസ്കുലിനിറ്റി കാണിക്കുന്ന, ഈ ടോക്സിക് മസ്കുലിനിറ്റി ബിഹേവിയർ കാണിക്കുന്നവർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ മതി, ഇപ്പോൾ കമൻറ്റ് സെക്ഷനിലും ഓരോ വീഡിയോയുടെ താഴെയിലും ഒക്കെ വന്നിട്ട് ഇത് കുഞ്ഞു പിള്ളേരാണോ അതോ ഇപ്പോഴും ഈ പറഞ്ഞ 80s 90s ആൾക്കാർ ഇപ്പോഴും ഇതേ ചിന്ത വെച്ച് നടക്കുന്ന ആൾക്കാരാണോ ഈ കമൻ്റ് ഇടുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കമൻറ്റുകളെല്ലാം കൂടെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകളാണ് എല്ലാത്തിനും കാരണം. ഈ ഫെമിനിസ്റ്റുകളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാത്തിനും പ്രശ്നത്തിനും കാരണം. ഇവർ ഒരു കാര്യത്തിനും റിയാക്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
ഈ പറയുന്ന പോലെ ഈ വാട്ടർ ബോട്ടറി പോലുള്ള ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കലായിട്ടുള്ള മാനിപ്പുലേറ്റീവായിട്ടുള്ള ഇതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഫെമിനിസ്റ്റുകളാണ് പ്രശ്നം. ഇപ്പം അവർക്ക് ഡിപ്രഷൻ വന്നതും അവർക്ക് ആങ്സൈറ്റി വരുന്നതും അവർക്ക് സ്വന്തമായിട്ട് ഐസൊലേറ്റഡായി പോകുന്നതിനും എല്ലാം കാരണം ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകളാണെന്ന് വരെ പറഞ്ഞു കളയും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. ഞാൻ ഈ ഒരു ജെൻഡറിനെ മാത്രം കുറ്റം പറയുകയല്ല, ഈ ജെൻഡറിലുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലാണെങ്കിലും ഈ ഒരു ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഫെമിനിസം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഇന്ന് നമ്മൾ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ കണ്ടിട്ടില്ലേ, സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസ് പണ്ട് ഇപ്പോൾ ഇടയ്ക്ക് പൃഥ്വിരാജ് പറഞ്ഞ വീഡിയോയും ഉർവശി പറഞ്ഞ വീഡിയോയും ഫെമിനിസത്തെ പറ്റി പറഞ്ഞ വീഡിയോയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർ പൊക്കിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ താഴെ കിടന്ന് കമൻറ്റ് ചെയ്യും. ഫെമിനിസം അതല്ലാണ്, ഇതാണ് ഇവർ പറയുന്ന, ഉർവശി പറയുന്ന വളരെ ശരിയാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പാട്രിയാർക്കിയെക്കുറിച്ച്, പാട്രിയാർക്കലായിട്ടുള്ളൊരു സമൂഹമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടി വരുന്നതെന്നുള്ളത്. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യം, പുരുഷ മേൽക്കോയ്മ എന്നാണ് മലയാളത്തിൽ പറയുക. ഈ പുരുഷാധിപത്യ സിസ്റ്റം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ടും ഈ ഒരു ഹെയറാർക്കിയൽ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് ഫെമിനിസത്തെ നോക്കുന്നത്. അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് ഞങ്ങൾക്കെതിരെയുള്ളൊരു ത്രെട്ടാണ്. സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ യുദ്ധപ്രഖ്യാപനമായിട്ട് വന്നിരിക്കുകയാണ്, അതായത് പുരുഷന്മാർക്കിപ്പോൾ വേണ്ട അതേ സ്ഥാനങ്ങൾ സ്ത്രീകൾക്കും വേണം എന്നുള്ളതാണ് വാദിക്കുന്നത്. അതായത് പാട്രിയാർക്കിയിലുള്ള പുരുഷന് കിട്ടുന്ന സ്വാതന്ത്ര്യങ്ങളും അല്ലെങ്കിൽ പ്രിവിലേജുകളും ഒക്കെ സ്ത്രീകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫെമിനിസം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ശരിക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി ഈക്വലായിട്ടുള്ള റൈറ്റ്സും ഈക്വലായിട്ടുള്ള സ്പേസും ഉണ്ടാവണം എന്നുള്ളതാണ് ഫെമിനിസത്തിൻ്റെ കൺസെപ്റ്റ്. അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുരുഷന്മാർ വെള്ളം അടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് സ്ത്രീകൾക്കും വന്ന് വെള്ളം അടിക്കണം, അല്ലെങ്കിൽ ബാറിന് മുമ്പ് വന്ന് സ്ത്രീകൾക്ക് ക്യൂ നിൽക്കണം, അല്ലെങ്കിൽ പുരുഷന്മാർ ഈ ടോക്സിക് മസ്കുലിനിറ്റി കാണിക്കുന്ന പോലെ സ്ത്രീകൾക്ക് ടോക്സിക് ഫെമിനിറ്റി കാണിക്കണം എന്നുള്ളതല്ല ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പറയുന്ന ഈ കാര്യത്തിന് മറ്റൊരു പേരുണ്ട്, അതിൻ്റെ പേരാണ് മാട്രിയാർക്കി. പുരുഷ മേൽക്കോയ്മ എന്ന് നമ്മൾ പറയുന്ന പാട്രിയാർക്കി പോലെ തന്നെ സ്ത്രീ മേൽക്കോയ്മ എന്നുള്ളൊരു കൺസെപ്റ്റാണ് മാട്രിയാർക്കി. മാട്രിയാർക്കി എന്ന് പറയുന്നത് ഇതുവരെയുള്ള നമ്മുടെ ചരിത്രത്തിൽ മാട്രിയാർക്കി എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പാട്രിയാർക്കിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതും ഈ പറയുന്ന പോലെ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും നടക്കുന്നതും. ഇതിൽ നിൽക്കുന്ന ഓരോ മനുഷ്യർക്കും ആക്ച്വലി കൃത്യമായിട്ടുള്ള നോളജും കൃത്യമായിട്ടുള്ള അവയർനെസ്സും ഈ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിലൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്. ആ കൺഫ്യൂഷനിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഈ വേഴ്സസ് ഫൈറ്റുകളൊക്കെ ഉണ്ടാകുന്നത്. ഫെമിനിസം വേഴ്സസ് മെനിനിസം, അല്ലെങ്കിൽ മസ്കുലിനിറ്റി വേഴ്സസ് ഫെമിനിറ്റി എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് പോകുന്നത്. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധപ്രഖ്യാപനമല്ല, പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആദ്യം നമുക്ക് വേണ്ടത്. ഈ പുരുഷനും സ്ത്രീയും എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ഒന്നുമല്ല. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ സ്ത്രീക്ക് ഈ പറയുന്ന പോലെ പ്രഗ്നൻ്റ് ആകാനുള്ളത് സ്ത്രീയാണ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ പുരുഷന് പറ്റില്ലല്ലോ, ആ പുരുഷന് പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്നവരെ തുല്യത നമുക്ക് കൊടുക്കാൻ പറ്റില്ല, തുല്യരായി കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പല സെലിബ്രിറ്റീസും വരെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഒന്നും പഠിക്കാതെ പറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ പറയേണ്ടി വരുന്നത്. നമ്മൾ 1-2 ഓർഗൻസ് മാത്രം മാറ്റമുള്ള 2 ഹ്യൂമൻ ബീയിങ്സ് ആണ് സ്ത്രീയും പുരുഷനും. 1-2 ഓർഗൻസ് ഡിഫറെൻ്റ് ആണെന്ന് പറയുമ്പോൾ 10-75ഓളം ഓർഗൻസ് സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ പുറമേ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കണ്ണ്, നിങ്ങളുടെ മൂക്ക്, നിങ്ങളുടെ കാത്, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ കൈ, കാല്, ഇതെല്ലാം സ്ത്രീക്കും പുരുഷനും സെയിം തന്നെയല്ലേ. ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ആർഗ്യുമെൻറ്റുകൾ പഠിച്ചു വയ്ക്കാതെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്യലിൽ നിന്നും പുതിയ കാര്യങ്ങൾ ഈ അൺലേൺ ചെയ്ത് റീലേൺ ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്താനും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നല്ല റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് വരാനും പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു പഴയ ചിന്താഗതിയിൽ, നമ്മുടെ അമ്മാവൻ ചിന്താഗതിയിൽ നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പുതിയൊരു കാലത്ത് ഈ അമ്മാവൻ സിൻഡ്രോം ബാധിച്ച ആൾക്കാരെ പോലെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഒറ്റപ്പെട്ടു പോവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് വന്ന് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഹെൽത്തിയറായിട്ടുള്ള മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു മാൻഹുഡ് അല്ലെങ്കിൽ മസ്കുലിനിറ്റി എന്ന് പറയുന്ന കാര്യത്തിനെ റീഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. അപ്പോൾ ഈ റീഡിഫൈൻ ചെയ്ത് പറയുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ തെറ്റായി പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലൊരു ക്ലാരിറ്റി കിട്ടും. മെൻ ക്യാൻ എക്സ്പ്രസ് ദെയർ ഫുൾ റേഞ്ച് ഓഫ് ഇമോഷൻസ്.
അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വൾണറബിൾ ആയിട്ടുള്ള ഇമോഷൻസ്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പാസ്റ്റിലുണ്ടായിട്ടുള്ള അബ്യൂസസ്, അത്തരത്തിലുള്ള നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഒരാളോട് തുറന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല, അതൊരു സ്ട്രെങ്താണ്. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അങ്ങനെ ഒരു മനുഷ്യനോട് ധൈര്യപൂർവ്വം നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വൾണറബിൾ ആയിട്ടുള്ള ഇമോഷൻസ് പറയാൻ കഴിയുന്നതാണ് ഒരാളെ ഏറ്റവും സ്ട്രോങ് ആക്കി മാറ്റുന്നത്. രണ്ടാമത്, ഈ ആണത്വം എന്ന് പറയുന്ന കാര്യത്തിൽ തിരുത്തി പഠിക്കേണ്ട ഒരു കാര്യമാണ് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത്. മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുന്നതിൽ നാണക്കേട് കാണിക്കാതിരിക്കുക. നിങ്ങൾ വലിയ ഈഗോയൊക്കെ വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യും, ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ മിടുക്കനാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒരു സോഷ്യൽ ബീയിങ് ആണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പം ആൺകുട്ടിയും അതിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഈ പറഞ്ഞ പോലെ ഇമോഷണലായിട്ടുള്ള ഡാമേജസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അത്തരത്തിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോടോ നിങ്ങളെ ഇഷ്ടമുള്ള മറ്റൊരു വ്യക്തിയോടോ ഹെൽപ്പ് ചോദിക്കുന്നത് വളരെയധികം നല്ലൊരു ക്വാളിറ്റിയാണ്. അതും നിങ്ങളുടെ സ്ട്രെങ്താണ്, വീക്ക്നെസ് അല്ല. എപ്പോഴും വീക്കായിട്ടാണ് വിചാരിക്കുന്നത് ഹെൽപ്പ് ചോദിക്കുന്ന ആൾക്കാരെയും എനിക്കിങ്ങനൊരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ വീക്കായിട്ടുള്ള മനുഷ്യരായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് തുറന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യം, അതൊരു ധൈര്യമായിട്ടാണ് കാണേണ്ടത്. ആ ഒരു കറേജ് ആണ് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു കറേജ് ഉള്ള വ്യക്തിയെയാണ് നമ്മളൊരു സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ എന്ന് വിചാരിക്കുന്നത്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. ഈ ടോക്സിക് മസ്കുലിനിറ്റി മാറ്റിയെടുത്തുകൊണ്ടിട്ട് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ലൈഫിൽ മുമ്പോട്ട് വരുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് നല്ല റിലേഷൻഷിപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ വിചാരിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നും ഇതാണ് ശരിയായിട്ടുള്ള രീതിയെന്നും ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയെന്നും ഞാനായിട്ടിരുന്നാൽ തന്നെ ഞാനായിട്ടിരുന്നു കൊണ്ട് ധൈര്യപൂർവ്വം മറ്റുള്ളവരോട് എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് സഹായം ചോദിക്കുന്നതിലൂടെ ഞാൻ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല റിലേഷൻഷിപ്പുകൾ മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നിങ്ങൾ ശരിയായ പാതയിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം അതിനെയാണ് നമ്മൾ ശരിയായ മസ്കുലിനിറ്റി, ഹെൽത്തിയറായ മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഹെൽത്തിയറായിട്ടുള്ള മാൻലിഹുഡ് അല്ലെങ്കിൽ ഹെൽത്തിയറായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഈ ഒരു മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ഈ ഒരു വൺ ഡയമെൻഷണൽ ചിന്താഗതിയിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കുമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും അതിന് പരിഹാരം കാണപ്പെടാതെ പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കുമുള്ള നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ, അതായത് ഡിപ്രഷനും ഒറ്റപ്പെടലും ഈ പറയുന്ന ആങ്സൈറ്റിയും പിന്നെ സൂയിസൈഡൽ തോട്ട്സും, ഇത് ആണുങ്ങളുടെ വളരെ കൂടുതലായിട്ട് കാണുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ വരേണ്ടത്. അത് നമ്മൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും ഞാൻ ഓൾറെഡി ഡാമേജ്ഡ് ആയി കഴിഞ്ഞു, ഞാൻ ഓൾറെഡി കുറേ ഈ ഡ്രഗ് അബ്യൂസിലേക്കും അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസിലേക്കൊക്കെ പോയി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അതൊക്കെ ഓരോ എക്സ്ക്യൂസസ് ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് വീണ്ടും വീണ്ടും അതിൽ തന്നെ കിടക്കാനുള്ള ഒരു എക്സ്ക്യൂസസ് ആണ്. അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ഡിപ്രഷനിൽ നിന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് തിരിച്ച് വരണം എന്നുള്ള ആഗ്രഹം ശരിക്കും ഉണ്ടെങ്കിൽ, തിരിച്ച് വന്ന് ശരിയായിട്ടുള്ള നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് റെസ്റ്റ് ഓഫ് ദ ലൈഫ് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്ത് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തടയാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പീസ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. അത് ചെയ്യാതിരുന്നാൽ അത് നിങ്ങൾക്ക് മാത്രമേ അത് ദോഷം ചെയ്യുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും നിങ്ങളെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യും, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കിട്ടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പാട്രിയാർക്കി എന്താണ്, മാട്രിയാർക്കി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാട്രിയാർക്കിയും പാട്രിയാർക്കിയും പോലെയല്ല ഫെമിനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്നും മനസ്സിലാക്കുക. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ പുരുഷാധിപത്യ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, പുരുഷ മേൽക്കോയ്മ നിലനിൽക്കുന്ന, അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുരുഷന്മാരാൽ നിർമ്മിക്കപ്പെട്ട് നയിക്കപ്പെടുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും ആ സിസ്റ്റം കാരണമാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നതെന്നും മനസ്സിലാക്കി നിന്നുകൊണ്ട് ആ ഒരു സിസ്റ്റത്തെ മാറ്റി അല്ലെങ്കിൽ നിഷ്പ്രഭമാക്കി ആ ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ് അബോളിഷ് ചെയ്ത് പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സ്ത്രീയും പുരുഷനും ഈക്വലായിട്ട് ഒരുപോലെ നിൽക്കുന്നതിനെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫെമിനിസ്റ്റ് അല്ല അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളെയൊക്കെ എതിർക്കുന്നു, ഇപ്പോൾ പുതിയൊരു ഫെമിനിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, കുറേ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ അങ്ങനെയാണ്, ആ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ അങ്ങനെ ഉള്ള ആൾക്കാരെന്ന് നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന പോലെ മാട്രിയാർക്കിയൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരും ഫെമിനിസം നേരെ ചൊവ്വേ മനസ്സിലാക്കിയിട്ടില്ല
പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഫെമിനിസം എന്ന് പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടുമാണ് ആ സ്ത്രീകൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ തെറ്റായിട്ടുള്ളൊരു കാര്യം പഠിച്ച് പറയുന്നത് എന്നതുപോലെ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പേരിൽ ആർഗ്യുമെൻറ്റ്സ് ഉന്നയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇവിടെ ഈ ശരിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ പ്രശ്നം അവിടെ തന്നെ കിടക്കുകയും അത് പരിഹരിക്കപ്പെടാതെ പോവുകയും നമ്മൾ ഈ ഒരു പഴഞ്ചൻ സിസ്റ്റത്തിൽ തന്നെ വീണ്ടും മുമ്പോട്ട് പോവുകയും ജീവിക്കേണ്ടിയും വരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്, എല്ലാവരെയും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഇതുപോലെ അവർ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ ഈക്വാലിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം ഉള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട്, എല്ലാ മേഖലകളിലും തുല്യാവകാശമുള്ള സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്നതാണ് അവർ ഫെമിനിസ്റ്റാണ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സമൂഹം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെയുള്ള സമൂഹത്തിൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ മുമ്പോട്ട് വന്നുകൊണ്ട് സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ച് എല്ലാ മേഖലകളിലും ഈ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കലായിട്ടുള്ള മേഖലകളിൽ തുല്യമായിട്ടുള്ള സ്ത്രീ പ്രാതിനിധ്യത്തോടുകൂടി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ സമൂഹം എത്രത്തോളം മെച്ചപ്പെടുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നമുക്ക് അത്ര ഈ പറയുന്ന പോലെ അതിൽ പെർഫെക്ഷൻ അച്ചീവ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഒരു പകുതിയെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ വളരെയധികം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെ വളരെയധികം മാറ്റം ഉണ്ടാകും. എൻ്റെ സ്റ്റാൻഡ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. നമ്മൾ ഇതിന് പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണമെന്നുള്ളതാണ്. പാട്രിയാർക്കിയെ സ്മാഷ് ചെയ്യാനും പാട്രിയാർക്കിയെ ഡിസ്ട്രോയ് ചെയ്യാനും നമ്മൾ മുന്നിട്ടിറങ്ങി നമ്മൾ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാതെ പറ്റുള്ളൂ. അതിന് ഇപ്പോൾ ഉള്ള ആൾക്കാരിൽ എത്ര പേർ തയ്യാറാവുന്നു, എത്ര പേർ മുന്നോട്ടിറങ്ങുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഇവിടെ മാറ്റമുണ്ടാവുക എന്നുള്ളത്. ഇപ്പം നമ്മൾ മുന്നോട്ടിറങ്ങി ഇപ്പോൾ സമരം ചെയ്യാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഏത് രീതിയിലാണോ നിങ്ങൾ കാര്യങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അതിൽ നിന്നും ഈ അൺലേണിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഈ തെറ്റായി പഠിച്ചു വെച്ച കാര്യങ്ങളെല്ലാം തിരുത്തി പഠിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കുക. ആ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന മാറ്റം സ്വന്തമായിട്ടുണ്ടാകും. നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലും ആ മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഒരു സമൂഹം തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ പഴഞ്ചൻ ഒരു സിസ്റ്റത്തിൽ നിന്നും അതിനെ താറുമാറാക്കിക്കൊണ്ട് പുതിയൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസിഷൻ സംഭവിക്കുക. ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും മറ്റുമല്ലേ അപ്ഡേറ്റ്സ് വരുള്ളൂ, അല്ലാതെ മനുഷ്യനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പറ്റുള്ളൂ. സ്വന്തമായിട്ട് റിലേൺ ചെയ്ത് സ്വന്തമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഫാക്റ്റ് ബേസ് ആയിട്ടുള്ള നോളജിൻ്റെ ബേസിസിൽ കൃത്യമായിട്ടുള്ള അവെയർനെസ് ഉണ്ടാക്കി എടുത്തുകൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് തിരുത്തലുകൾ ഉണ്ടാക്കാനും ഈ തിരുത്തലുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രാവർത്തികമാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.